അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2ാം ക്ലാസ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. രണ്ടായിരത്തി 2025-26 നടന്ന ഹൈസ്കൂൾ അറ്റാച്ച്ഡ് സ്കൂളുകൾ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ കുട്ടികൾക്കുള്ള ആദ്യം കുറച്ച് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആദ്യത്തെ 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉത്തരം എഴുതുക. എല്ലാ പ്രവർത്തനങ്ങളും ഉത്തരം എഴുതുക. ക്വസ്റ്റ്യനൊന്നും നമുക്ക് ഒഴിവാക്കാനില്ല, എല്ലാ ക്വസ്റ്റ്യനിലും ഉത്തരം എഴുതാനുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നസ്ലു ബിൽ മുവാഫിഖ്, ശരിയായത് യോജിപ്പിക്കാനാണ്. നമുക്ക് അവിടെ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, 2 പേരുകൾ തന്നിട്ടുണ്ട്. അത് മാച്ചാക്കാനാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. നമ്മൾ പച്ചക്കറികളുടെയും പഴങ്ങളുടെയും ഒക്കെ പേര് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തത് പേരക്കയാണ്. പേരക്കയ്ക്ക് എന്താ പറയുക നമുക്കറിയാം. അവിടെ പേരക്കയുടെ പേര് അവിടെ തന്നിട്ടുണ്ട്. ഏതാണ്? ജുവാഫ. അപ്പോൾ നമുക്കവിടെ ജുവാഫ എന്ന് എഴുതി കൊടുക്കാം. ജുവാഫ എന്നതിലേക്ക് വരക്കാം. മറ്റേത് മൾബറി ആണല്ലേ. മൾബറിക്ക് എന്താ പറയുക? തൂത്ത്. അപ്പോൾ സിമ്പിളായിട്ട് ഇത് വരക്കാവുന്നേ ഉള്ളൂ. ശരിയായ വാക്ക് അതിൽ ബി ക്വസ്റ്റ്യനാണ്. ശരിയായ വാക്ക് കോളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക. പയറിൻ്റെ ഫോട്ടോ ഉണ്ട്, വെണ്ടയുടെ ഫോട്ടോ ഉണ്ട്, അതുപോലെ തന്നെ ക്യാരറ്റ്, ചുരങ്ങ. ഇതിനെല്ലാത്തിനും പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ആ കോളത്തിൽ കൊടുത്തിട്ട് നമുക്ക് കോളത്തിൽ നോക്കിയെടുത്ത് എഴുതേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. പയറിന് പറയുന്ന പേരെന്താ? പയറിന് അഡസ് എന്നാണ് പറയുക അല്ലേ. അതിന് വെണ്ടയ്ക്ക് പറയുന്ന പേര് ബാമിയ. ക്യാരറ്റിന് പറയുന്ന പേര് ജസർ. അതുപോലെ തന്നെ ചുരങ്ങയ്ക്ക് പറയുന്ന പേര് ഖറ. അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് അത് ചെയ്ത് തീർക്കാം. ഇതിൻ്റെ 3ാമത്തെ പാർട്ട് ജി എന്ന ക്വസ്റ്റ്യനാണ്. ചിത്രത്തിൻ്റെ പേരെഴുതാം. അവിടെ ഒരു ഫുട്ബോളിൻ്റെ ഫോട്ടോ ഉണ്ട്, അതുപോലെ തന്നെ ക്രിക്കറ്റ് ബാറ്റിൻ്റെ ഫോട്ടോ ഉണ്ട്, അതുപോലെ തന്നെ ഒരു സൈക്കിളിൻ്റെ ഫോട്ടോ ഉണ്ട്. നമ്മൾ ലാസ്റ്റ് പഠിച്ചെടുത്ത് അവിടെ ഒരു ക്രിക്കറ്റ് പന്തിൻ്റെ ഫോട്ടോ ആണ് പഠിച്ചിട്ടുള്ളത്, ഒരു തോബത്ത് എന്നാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇതൊരു ഫുട്ബോളായതുകൊണ്ട് നമുക്ക് ഫുട്ബോളിൻ്റെ പേര് നമുക്ക് ആദ്യം അറിയാവുന്നതാണ്. എന്താ ഫുട്ബോളിന് പറയുക? ഖുറത്തുൽ ഖദം. നമുക്ക് അവിടെ തൽക്കാലം ഖുറത്ത് എന്ന് എഴുതിയാലും മതിയാവും. നമുക്ക് എഴുതാം ഖുറത്തുൻ. എന്ന് എഴുതാം. അടുത്തത് ബാറ്റിൻ്റെ ഫോട്ടോ ആണ്, ക്രിക്കറ്റ് ബാറ്റിൻ്റെ ഫോട്ടോ. ക്രിക്കറ്റ് ബാറ്റിന് എന്താ പറയുക? ക്രിക്കറ്റ് ബാറ്റിന് നമുക്ക് എല്ലാവർക്കും അറിയാം മിളറബിൻ എന്നാണ് പറയുക. മിളറബിൻ. അടുത്തത് എന്താ? സൈക്കിളിൻ്റെ ഫോട്ടോ. സൈക്കിളിന് പറയാം നമുക്കറിയാം ദറാജത്തുൻ. എന്താണ്? ദറാജത്തുൻ. അപ്പോൾ നമ്മുടെ 1ാമത്തെ ക്വസ്റ്റ്യൻ പൂർത്തിയായിരിക്കുകയാണ്. 5 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. 1ാമത്തെ ക്വസ്റ്റ്യൻ പൂർത്തിയായിട്ടുണ്ട്. ഇനി 2ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 2ാമത്തെ ക്വസ്റ്റ്യൻ ബില്ല് പൂരിപ്പിക്കലാണ്. അപ്പോൾ നമ്മുടെ അക്കങ്ങൾ പഠിക്കലാണ് നമുക്ക് ഇവിടെ ഉണ്ടാവുക. നമ്മൾ സംഖ്യകൾ പഠിച്ചിട്ടുണ്ട്. 1 മുതൽ 20 വരെ എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്കിവിടെ ചെക്ക് ചെയ്യാനുണ്ടാവുക. അപ്പോൾ മഹല്ലുൽ കാലിക്കറ്റ് സ്റ്റോറിൽ നിന്നാണ് സാധനം വാങ്ങിച്ചിട്ടുള്ളത്. ഫാത്തൂറത്തുൽ ഫവാക്കിഹ്, ഫ്രൂട്ട്സിൻ്റെ ബില്ലാണ്. നോക്കുക എന്താണ്? 1ാമത് തൂത്തുൻ, മൾബറി വാങ്ങിച്ചത് 15 എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. 15-ന് എങ്ങനെയാണ് അറബിയിൽ എഴുതുക എന്നുള്ളതാണ് അവിടെ എഴുതേണ്ടത്. 15-ന് എന്താ അറബി പറയാം? 5-ന് എന്താ പറയുക? നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ 5-ന് പറയാം? ഹംസ. 10-ന് എന്താ പറയുക? അശറ അല്ലേ. 10-ന് അശറ എന്നാ പറയാം. അപ്പോൾ ഹംസത്ത അശറ. അപ്പോൾ 15-ന് ഹംസത്ത അശറ എന്നാണ് പറയുക. 2ാമത് ജുവാഫ.
പേരക്ക. പേരക്കയ്ക്ക് എന്താ പറയുക, പേരക്കയ്ക്ക് അവിടെ എത്ര രൂപയെന്ന് അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്, ഹംസ എന്ന് എഴുതി കൊടുത്തു. അപ്പോൾ അത് നമ്പറിൽ നമ്മളിവിടെ എഴുതേണ്ടത്, സെൻറ്ററത്തെ കള്ളിയിൽ നമ്പറിലാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്പറിൽ എങ്ങനെയാണ് 5 എന്ന് എഴുതുക? സിമ്പിളാണ് അല്ലേ, നമുക്കെല്ലാവർക്കും അറിയാം 5 എന്ന് എഴുതുന്ന രൂപം. അപ്പോൾ ടോട്ടൽ 20 റുപ്യ നമ്മൾ കണക്കാണ്. 20 റുപ്യ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 20 റുപ്യ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പം അതിൽ 2 എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തത് മഹലുൽ കാലിക്കുത്തിന് ഫാത്തുറത്തുൽ ഖദ്റവാത്ത്, പച്ചക്കറിയുടെ ബില്ലാണ്. പച്ചക്കറിയുടെ ബില്ല് അഡസ് പയറിന് 13 റുപ്യാണ് എന്നുള്ളത് അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 13 റുപ്യ എങ്ങനെയാണ് അക്കത്തിൽ എഴുതാമെന്നാണ് കേട്ടിട്ടുള്ളത്. 13 അല്ലേ, 13 എങ്ങനെ എഴുതുക നമ്മൾ ശ്രദ്ധിക്കുക. സാധാരണ മലയാളത്തിലൊക്കെ നമ്പർ എഴുതുന്നതേ പോലെ തന്നെയാണ് അറബിയിലും നമ്പർ എഴുതേണ്ടത്. അത് ഇടത്തുനിന്ന് വലത്തോട്ടാണ് എഴുതേണ്ടത്. അറബി എഴുതുന്നത് പോലെ വലത്തുനിന്ന് ഇടത്തോട്ട് നമ്പർ എഴുതാൻ പാടില്ല. നമ്പർ എഴുതുമ്പോൾ മലയാളം എഴുതുന്ന പോലെ തന്നെ നമ്പർ, സാധാരണ നമ്മൾ എഴുതുന്ന പോലെ തന്നെ നമ്പർ ഇടേണ്ടത്. അടുത്തത് ബാമിയക്ക് 6 രൂപയാണത്. ഇപ്പോൾ 6 എന്താ അറബി പറയാം? 6 സിത്ത, നമുക്ക് എല്ലാവർക്കും അറിയാം 6 പറയുന്നത് സിത്ത എന്നാണ്. സിത്ത ടോട്ടൽ എത്ര വരിക? 13ഉം 6ഉം 19 എന്ന് ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. 19 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 19 എന്ന് പറഞ്ഞാൽ 9 ആണ് അല്ലേ, 10. അപ്പോൾ 19. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതിൽ ഒന്നാമത്തെ ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഭാഗം ബി നഖ്താറു വനക്തുബു, തിരഞ്ഞെടുക്കാം എഴുതാം എന്നുള്ളതാണ്. അവിടെ 4 വാക്കുകളും കോളത്തിൽ തന്നിട്ടുണ്ട്. അമാമ്, വറാ, തഹ്ത്, ഫൗഖ്. അപ്പോൾ നമുക്ക് മുകളിൽ, താഴെ, അതുപോലെ തന്നെ മുന്നിൽ, പിന്നിൽ, ഈ വാക്കുകളാണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏകദേശം ക്വസ്റ്റ്യൻ എടുക്കാൻ പോകുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അൽ ഖുറത്തു, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അൽ ഖുറത്തു ഡാഷ് അത്തോവിലെത്തി, പന്ത് തോവിലത്തിൻ്റെ ഡാഷിലാണുള്ളത്. അഥവാ അവിടെ മുകളിലാണോ താഴെയാണോ എന്നുള്ളത് നമുക്കറിയാം. എവിടെയുള്ളത്? പന്ത് മേശയുടെ താഴെയാണ്. മേശയുടെ താഴെ എന്നുള്ളത് പറയുന്ന വാക്ക് ഏതാ? താഴെ എന്നുള്ളത് തെഹത്താണ്. നമുക്ക് തെഹത്ത് എന്നുള്ള വാക്ക് അവിടെ കൊണ്ടുവരാം. അൽ ഖുറത്തു തെഹത്ത തോവിലത്തി. പിന്നെ അൽ ഹഫാറത്തു, അടുത്തത് JCB ഡാഷ ഷാഹിനത്തി, ഷാഹിനയുടെ ഡാഷിലാണ്. എവിടെയാണ്? മുന്നിലാണോ പിന്നിലാണോ മുകളിലാണോ താഴെയാണോ എവിടെയാണ്? പിന്നിലാണല്ലേ. പിന്നിൽ നിന്ന് എന്താ അറബി പറയാം? പിന്നിൽ നിന്ന് വറ എന്നാണ് പറയാം. അപ്പോൾ ഷാഹിനത്തിൻ്റെ വറയിലാണ് ഹഫാറത്തുള്ളത്. നമുക്ക് വാഹനങ്ങളുടെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ, അവകൾ ഓർമ്മ വേണം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് വാഹനങ്ങളുടെ പേരും മറ്റൊക്കെ. അതുപോലെ തന്നെ നമ്മൾ കളിപ്പാട്ടങ്ങളുടെ പേര്, അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അടുത്തത് ഇതിൻ്റെ സി പാർട്ട്, നസ്ലു ബിൽ മുനാസിബ്, മാച്ച് ദ ഫോളോവിങ് ആണ്, വരച്ച് യോജിപ്പിക്കാൻ. അത് ഒന്ന് അവിടെ മൾബറിയല്ല സ്ട്രോബെറിയുടെ ഫോട്ടോയും അതുപോലെ തന്നെ ചരങ്ങയുടെ ഫോട്ടോ ഉണ്ട്. സ്ട്രോബെറിക്ക് പറയുന്ന പേരെന്താണ്? സ്ട്രോബെറിക്ക് ഫറാവില എന്നും അതുപോലെ തന്നെ ചരങ്ങയ്ക്ക് കറുപ്പ് എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ ഇത് രണ്ടും, അഥവാ ഏതാണ് ഫ്രൂട്ട്സ് ഏതാണ് വെജിറ്റബിൾ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫവാക്കിഹ് ഇതിൽ ഫ്രൂട്ട്സ് ആയത് ഫവാക്കിഹ് എന്നതിലേക്ക് മാച്ചാക്കാം. അപ്പോൾ ഇതിൽ സ്ട്രോബെറിയാണ് ഫ്രൂട്ട് അല്ലേ, സ്ട്രോബെറി മാച്ചാക്കാം ഫവാക്കിഹ് എന്നതിലേക്ക്. അതുപോലെ തന്നെ ഖദ്റവാത്ത് എന്നതിലേക്ക് ചുരങ്ങയും മാച്ചാക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കബീർ സഗീർ, അതുപോലെ തന്നെ കസീർ തൊവീൽ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ. ആ ഭാഗത്തു നിന്നാണ് അടുത്ത ചോദ്യം വരുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നുലവിനൽ കബീർ, വലുതിന് കളർ കൊടുക്കുക. അപ്പോൾ കളർ കൊടുക്കുകയാണ് നമ്മുടെ പണി. അപ്പോൾ ഏതാ വലുത് എന്ന് നമുക്ക് കണ്ട് കബീർ ഏതാണെന്ന് മനസ്സിലാക്കണം. കബീർ എന്ന് മാത്രമേ അവിടെ പറഞ്ഞു തരുള്ളൂ, അല്ലാതെ വലുത് എന്ന അർത്ഥം നമുക്ക് പറഞ്ഞു തരില്ല.
അപ്പോൾ കബീർ എന്നതിന് മക്കൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവണം വലുത് എന്നുള്ളത്. അപ്പോൾ കബീറിന് കളർ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ കബീറിന് കളർ കൊടുക്കാം അല്ലേ. നല്ല രൂപത്തിൽ കളർ കൊടുക്കണം പരീക്ഷ ഹാളിൽ വെച്ചിട്ട്. അടുത്തതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. നുലാഹുസൂറത്ത വനക്തുബു തൊവീൽ ഖസീർ. തൊവീലും ഖസീറും എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ 2 കലമുകളുണ്ട്. ഒരു വലിയ കലമുണ്ട്, നീളമുള്ള കലമുണ്ട്, നീളം കുറഞ്ഞത്. തൊവീൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? തൊവീൽ എന്ന് പറഞ്ഞാൽ നീളം കൂടിയത്, ഖസീർ എന്ന് പറഞ്ഞാൽ നീളം കുറഞ്ഞത് അല്ലേ. അപ്പോൾ തൊവീൽ ഖസീർ നമുക്ക് ഇവിടെ എന്താ കൊടുക്കേണ്ടത്? തൊവീലും ഖസീറും ഏതാണ് വലുതും ചെറുതിനൊക്കെ നമുക്ക് അതിനനുസരിച്ച് പേര് കൊടുക്കണം. അപ്പോൾ കലമുൻ, ഇവിടെ ഈ കലമ് തൊവീലായ കലം ഏതാണ്, ഖസീറായ കലം ഏതാണ്? അപ്പോൾ ഫസ്റ്റത്തേത് തൊവീലായ കലമാണ്. അപ്പോൾ തൊവീൽ എന്നുള്ളത് ആദ്യത്തെ കളിയിൽ എഴുതാം, ഖസീർ എന്നുള്ളത് രണ്ടാമത്തെ കളിയിൽ എഴുതാം. അടുത്ത സുഅബാൻ, പാമ്പാണ് അല്ലേ. പാമ്പ് സഗീറുണ്ട് കബീറുണ്ട്, തൊവീലുണ്ട് ഖസീറുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ഏതാ? ആദ്യത്തെ ഏരട്ടുള്ള ചെറിയ പാമ്പാണ്, അവിടെ ഖസീർ എന്ന് എഴുതാം. രണ്ടാമത്തത് വലിയ പാമ്പാണ്, അവിടെ തൊവീൽ എന്ന് എഴുതാം. ഇത് ഏരൊട്ടൊക്കെ വേണമല്ലോ കേട്ടോ അവിടെ എഴുതാനുള്ള കേട്ടോ, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഏരോട്ടിട്ടുള്ളത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. അതിൻ്റെ 3ാമത്തെ ക്വസ്റ്റ്യനാണ് ജി. നസ്ലുൽ ഹുറൂഫ വനക്തുബു. അക്ഷരങ്ങൾ ചേർത്ത് എഴുതുക എന്നുള്ളതാണ്. നമ്മൾ പുസ്തകത്തിൽ ഓരോ അക്ഷരങ്ങൾ എങ്ങനെയാണ് ചേർത്ത് എഴുതുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിലാദ്യമായി ശ്രദ്ധിക്കേണ്ടത് 6 അക്ഷരങ്ങളാണ് എങ്ങനെ വന്നാലും കൂട്ടി എഴുതാൻ പാടില്ലാത്ത അക്ഷരങ്ങൾ. ഏതൊക്കെയാണത്? അലിഫ്, ദാല്, ദാല്, റാ, സാ, വാവ്. ഈ അക്ഷരങ്ങളെ ശേഷമുള്ള അക്ഷരങ്ങളിലേക്ക് കൂട്ടി എഴുതാൻ പാടില്ല. അലിഫ്, ദാല്, ദാല്, റാ, സാ, വാവ് ഈ അക്ഷരങ്ങൾ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള അക്ഷരങ്ങൾ എങ്ങനെയൊക്കെ കൂട്ടി എഴുതാമെന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കാം, നമുക്ക് എഴുതി നോക്കാം. ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് ഫവാക്കിഹ് എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റത്തെ അക്ഷരം ഫ, അത് കൂട്ടി എഴുതാൻ പറ്റുന്ന അക്ഷരമാണ്. ഫിന് ശേഷമുള്ള വാവിലേക്ക് കൂട്ടി എഴുതാം അല്ലേ. ഫവാ, ഫവാ, വാവിലേക്ക് കൂട്ടി എഴുതിയിട്ടുണ്ട്. ഫവാ. അലിഫ് വാവുമ്പോൾ കൂട്ടി എഴുതാൻ പാടില്ല. വാവിന് ശേഷം അലിഫ്, വാവിന് ശേഷം ഒരക്ഷരം കൂട്ടി എഴുതാൻ പറ്റില്ല. അപ്പോൾ അലിഫ് ഒറ്റയ്ക്ക് എഴുതി. അലിഫിന് ശേഷം വേറെ അക്ഷരം കൂട്ടി എഴുതാൻ പറ്റില്ല. പിന്നെ കാഫാണ് നമുക്ക് തന്നിട്ടുള്ള കാഫല്ല കൂട്ടി എഴുതുമ്പോൾ വരുന്നത്. ലാസ്റ്റ് എഴുതുമ്പോൾ ഉള്ള കാഫാണ്, അല്ലെങ്കിൽ ഒറ്റ എഴുതുമ്പോൾ ഉള്ള കാഫാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. കൂട്ടി എഴുതുമ്പോൾ ഉള്ള കാഫ് ഈ കാഫാണ് ഇടാം, ഈ കാഫ്. പിന്നെ ഹാ, നമ്മൾ പരീക്ഷയ്ക്ക് നമ്മൾ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഹാ തന്നിട്ടുള്ളത്. കൂട്ടി എഴുതുമ്പോൾ എഴുതുന്ന ഹാ, അവസാനത്തിൽ എഴുതുന്ന ഹാ അല്ലേ. അവസാനത്തിൽ എഴുതുന്ന ഹാ ഈ രൂപത്തിലുള്ള ഹാ ആണ് ഇടേണ്ടത്. അടുത്തത് സഗീറത്ത്. സഗീറത്ത് എങ്ങനെ ചെയ്യാം? സ്വാദ് കൂട്ടി എഴുതാൻ പറ്റുന്ന അക്ഷരമാണ്. ശേഷം ഗൈനാണ്. ഗൈന് കൂട്ടി എഴുതുമ്പോൾ സ്വാദ് ഇങ്ങനെ കൂട്ടി സ്വാദ് എഴുതാം. ഗൈന് കൂട്ടി എഴുതുമ്പോൾ എഴുതേണ്ട രൂപം ഈ രൂപത്തിലാണ്, സഗീ. അടുത്തത് യാ ആണ്. യാ കൂട്ടി എഴുതുമ്പോൾ ബാ താ ഒക്കെ എഴുതുന്ന പോലെയാണ് എഴുതാൻ, മുമ്പിലെ തല എഴുതാൻ പാടില്ല. സഗീ. റ, റാ കൂട്ടി എഴുതുമ്പോൾ റാഇന് ശേഷം ഉള്ള അക്ഷരം റാഇനോട് ചേർത്ത് എഴുതാൻ പാടില്ല അല്ലേ. നമ്മൾ പഠിച്ചു ഈ 6 അക്ഷരം മാത്രമാണ്, ഈ 6 അക്ഷരത്തിന് ശേഷമുള്ള അക്ഷരത്തിലേക്ക് കൂട്ടി എഴുതാൻ പാടില്ല. അപ്പോൾ താ ഒറ്റയ്ക്ക് എഴുതാം. സഗീറത്ത് രൂപത്തിലാണ് സഗീറത്ത് എഴുതേണ്ടത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നക്തുബുൽ ഹുറൂഫ്. ഇതിൽ ഓരോ അക്ഷരങ്ങൾ വേർതിരിച്ച് എഴുതാനാണ്. അപ്പോൾ അക്ഷരങ്ങൾ വാക്ക് അവിടെ തന്നിട്ടുണ്ട്, അക്ഷരങ്ങൾ വേർതിരിച്ച് എഴുതാൻ. നമുക്ക് നേടി നോക്കാം. ഷബക്കത്തുൻ അല്ലേ. വാക്ക് ഏതാണ്? ഷബക്കത്തുൻ. ഏതൊക്കെ അക്ഷരങ്ങളുണ്ട്? ഷീന്, ബാ, കാഫ്, ത. ഷീന്, ബാ, കാഫ്, ത. അങ്ങനെ എഴുതി നോക്കാം. ഷീൻ, ബാ, കാഫ്, ത. ഷബക്കത്തുൻ. അടുത്തതാ മൈദാനുൻ അല്ലേ. എത്ര അക്ഷരമുണ്ട്? 5 അക്ഷരം. മീമ്, മീമ്, യാ, ദാല്, അലിഫ്, നൂൻ. നമുക്ക് വെവ്വേറായിട്ട് എഴുതാം. മീമ്, യാ, ദാല്, അലിഫ്,
നൂൻ മൈദാൻ. ഇനി നമുക്കുള്ളത് 4ാമത്തെ ആക്ടിവിറ്റിയാണ്. ഇതൊരു സംഭാഷണമാണ്. സംഭാഷണം ഇവിടെ കുറച്ച് മത്സരങ്ങൾ നടക്കുന്നുണ്ട്. വടംവലി മത്സരം, കസേരക്കളി മത്സരം, കുടം പൊട്ടിക്കൽ മത്സരം, അതിൻ്റെ കറവിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ മത്സരം അവിടെ നടക്കുന്നത്. നിക്കുമിൽ ഹിവാർ, സംഭാഷണം പൂർത്തിയാക്കുക. അപ്പോൾ അൻവർ ആദ്യമായിട്ട് കണ്ടുമുട്ടുമ്പോൾ മസാ ഉൽ ഖൈറാണ് പറയുന്നത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് രാജു എന്താണ് പറയുണ്ടാവുക? നമുക്കറിയാം, മസാ ഉൽ ഖൈർ പറഞ്ഞാൽ പറയേണ്ടത് മസാ ഉന്നൂർ എന്നാണ്. മസാ ഉന്നൂർ ചോദിക്കുന്നുണ്ട്. കൈഫൽ ഹാൽ വെച്ച് എന്താ പറയുക? സൈൻ അൽഹംദുലില്ലാ, സൈൻ അൽഹംദുലില്ലാ. സൈൻ അൽഹംദുലില്ലാ. അപ്പോൾ അൻവർ ചോദിക്കുന്നു മാദാ ഹുനാക, അവിടെ എന്താ നടക്കുന്നത്? ഇപ്പോൾ രാജു പറയുന്നു അൽ മുസാബഖാത്ത്, അവിടെ മത്സരങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ അയ്യ മുസാബഖാത്തിൻ, അവിടെ ഏതൊക്കെ മത്സരങ്ങളാണ് നടക്കുന്നത്? അപ്പോൾ അവിടെ നടക്കുന്ന മത്സരങ്ങളുടെ പേര് നമുക്ക് എഴുതാം. ഒന്നാമത്തെ എന്താണ്? അവിടെ ഷദ്ദുൽ ഹബൽ മത്സരം, വടംവലിക്ക് എന്താ പറയുക? ഷദ്ദുൽ ഹബൽ. അതുപോലെ തന്നെ കുടം പൊട്ടിക്കലിന് കസറുൽ ജറത്ത്. അതുപോലെ തന്നെ കസാലക്കളിക്ക് ലാബത്തുൽ കറാസി. ഇവിടെ 2 എഴുതാനുള്ള സ്ഥലമേ ഉള്ളൂ. നമുക്ക് 2 എഴുതാം. ഏതാ 2 എഴുതാം? നമുക്ക് ഇഷ്ടമുള്ള 2 എഴുതാം. ഇവിടെയുള്ള ഫോട്ടോ എല്ലാം ഇഷ്ടമുള്ള 2 എഴുതാം. ഒന്നാമത് ഷദ്ദുൽ ഹബൽ. രണ്ടാമത്തെ എന്താ? അവിടെ നടക്കുന്നത് കസറുൽ ജറത്ത്. 2 മത്സരങ്ങൾ നമ്മളെ പേര് അവിടെ എഴുതി. അപ്പോൾ ചോദിക്കണം മത്താ തബ്ദഉ, എപ്പോഴാണ് തുടങ്ങുന്നത്? ഇപ്പോൾ രാജു പറഞ്ഞില്ല അതിരി, എനിക്കറിയില്ല. നമ്മൾ പഠിച്ചില്ല, അതിരി പറയാൻ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ശുക്രൻ. അപ്പോൾ അൻവർ പറയണ ശുക്രൻ, താങ്ക് യു. അപ്പോൾ രാജു എന്താ പറയുക? ശുക്രൻ പറഞ്ഞാൽ എന്താ പറയേണ്ടത്? ശുക്രൻ പറഞ്ഞാൽ അഫുവൻ പറയണം. എങ്ങനെ പറയാം? അഫുവൻ എങ്ങനെ എഴുതാം? അഫുവൻ. അപ്പോൾ ഇത് സംഭാഷണത്തിൽ സാധാരണ ചോദിക്കാറുള്ള അഫുവൻ എന്ന ഇതാണ് നമുക്ക് സാധാരണ ഉണ്ടാകും. ശുക്രൻ അഫുവൻ എന്ന ഇതിൽ സാധാരണ ഉണ്ടാകുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതിൻ്റെ ബി പാർട്ടിലേക്ക് വന്നാൽ നമുക്കവിടെ പേര് വായിച്ച് ചിത്രത്തിന് നേരെ ടിക്ക് ചെയ്യാം. കളികളുടെ പേരാണ് അല്ലേ. അപ്പോൾ അവിടെ കളികളുടെ പേര് തന്നിട്ടുണ്ട്. അവിടെ 2 ഫോട്ടോ തന്നിട്ട് ഓരോന്നിനും 2 ഫോട്ടോ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ? ഒന്നാമത്തെ ലാബത്തുൽ കറാസി എന്നാണ്. ലാബത്തുൽ കറാസി എന്ന് പറഞ്ഞിട്ട് 2 ഫോട്ടോ തന്നിട്ടുണ്ട്. കസാലക്കളിയുടെ ഫോട്ടോ ഉണ്ട്. അതുപോലെ തന്നെ കുടം പൊട്ടിക്കൽ കളിയുടെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഏത് കളിയാണ് ലാബത്തുൽ കറാസി എന്ന് പറഞ്ഞാൽ? കസാലക്കളിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് കസാലക്കളി നേരെ ടിക്കിടാം. റുക്കൂബ് ദറാജ, സൈക്കിൾ റേസിംഗ് എന്ന് പറഞ്ഞാൽ റുക്കൂബ് ദറാജ എന്ന സൈക്കിൾ റേസിങ്ങിൻ്റെ ഫോട്ടോ ഉണ്ട്. അതുപോലെ തന്നെ വടംവലിയുടെ ഫോട്ടോ ഉണ്ട്. ഏതാണ് നമുക്ക് വേണ്ടത്? റുക്കൂബ് ദറാജ, സൈക്കിൾ റേസിംഗ്. അവിടെ ടിക്കിടാം. ഇനി ഇതേ ഭാഗത്ത് തന്നെയാണ് അടുത്ത ചോദ്യം വന്നിട്ടുള്ളത്. അതിൻ്റെ സി പാർട്ടായിട്ട് അതിൽ ചോദിക്കുന്നത് നക്തുബ് അസ്മാ അൽ അൽആബ്, കളികളുടെ പേര് എഴുതാനാണ്. അപ്പോൾ ഇവിടെ കളികളുടെ പേര്, ഒന്നാമത്തെ കളി ഏതാണ്? അവിടെ കുടം പൊട്ടിക്കുന്ന കളിയാണ്. കുടം പൊട്ടിക്കുന്നതിന് പറഞ്ഞ പേരെന്താണ്? കസ്റുൽ ജറത്ത്. അപ്പോൾ ഈ കളികളുടെ പേര് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഈ ഭാഗത്തിലൊരു ക്വസ്റ്റ്യനും എഴുതാൻ അറ്റൻഡ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ നന്നായിട്ട് കളികളുടെ പേരൊക്കെ പഠിച്ചു വെക്കുക. 4 കളികളെ നമുക്ക് പഠിക്കാനുള്ളൂ. 4 കളികളുടെ പേരും പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ അടുത്ത മത്സരം ഏതാണ്? വടംവലിക്ക് എന്താ പറയുക? ഷദ്ദുൽ ഹബൽ. അടുത്തത് വാഹനങ്ങളുടെ പേരാണ്. നമ്മൾ പഠിച്ച സംഗതിയാണ് വാഹനങ്ങളുടെ പേര്. അപ്പോൾ ഇവിടെ ആദ്യം തന്നിട്ടുള്ളത് ബസ്സിൻ്റെ ഫോട്ടോ ആണ്. ബസ്സിൻ്റെ ഫോട്ടോ ബസ്സിന് എന്താ പറയുക? ബസ്സിന് നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. ബസ്സിന് ഹാഫില എന്നാ പറയാം. അപ്പോൾ അവിടെ ഹാഫില. അടുത്തത് അവിടെ ഒരു തോണിയുടെ ഫോട്ടോ ഉണ്ട്. തോണിക്ക് എന്താ പറയുക? തോണിക്ക് കാരിബ് എന്നാ പറയാം. കാരിബ് അല്ലേ. തോണിക്ക് കാരിബ് എന്നാണ് പറയാം. ഇനി നമുക്കൊരു
സെൻറ്റൻസ് പൂർത്തിയാക്കാനുള്ള വാചകം പൂർത്തിയാക്കാം. അഥവാ ഹാദിഹി, ഇത് ഒരു കപ്പലാകുന്നു. ഹാദിഹി എന്നുള്ള അതിപ്പോൾ എന്താ പറയുക, ഹാദിഹിയോടെ കൊടുക്കണം, ഹാദോടെ കൊടുക്കുന്നത് നമുക്കറിയാം അല്ലേ. ഹാദിയൊക്കെ കൊടുക്കൽ എവിടെയാണ്? ആണാണെങ്കിൽ ഹാദിയാണ് കൊടുക്കുക, പെണ്ണാണെങ്കിൽ ഹാദിഹിയാണ് കൊടുക്കുക. ആണും പെണ്ണെങ്ങനെ തിരിച്ചറിയാം? അവസാനത്തിൽ താ ഉണ്ടെങ്കിൽ പെണ്ണും, താ ഇല്ലെങ്കിൽ ആണുമാണ്. അത് നമ്മൾ സിമ്പിളായിട്ട് പഠിച്ചതാണ്. അപ്പോൾ ഹാദിഹി ഇത് കപ്പലാകുന്നു. എങ്ങനെ കപ്പൽ എന്താ പറയുക? ഹാദിഹി സഫീനത്തുൻ, ഹാദിഹി സഫീനത്തുൻ, ഹാദിഹി സഫീനത്തുൻ. ഇനി അവിടെ ഒരു ട്രാക്ടറിൻ്റെ ഫോട്ടോ ഉണ്ട്, ജറാറാണ്. അവിടെ ഹാദിഹിയാണോ ഹാദയാണോ കൊടുക്കുക? അത് ജറാർ ആണാണ് അല്ലേ. കാരണം അവിടെ എന്തില്ല, ജറാറിൻ്റെ ശേഷം താ ഇല്ല, ആയതുകൊണ്ട് അവിടെ ഹാദയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഹാദ ജറാറുൻ, ഹാദ ജറാറുൻ. യോജിച്ച വാക്ക് ബ്രാക്കറ്റിൽ നിർത്താതാണ്. അപ്പോൾ അവിടെ ഒരു ബസ്സിൻ്റെ ഫോട്ടോ ഉണ്ട്, ഹാഫിലത്തുൻ. അവിടെ ജമീലത്തുൻ എന്നാണോ കൊടുക്കേണ്ടത്, ജമീലു എന്നാണോ കൊടുക്കേണ്ടത്? നമുക്കറിയാം അവിടെ ഹാഫിലത്ത് ആണാണോ പെണ്ണാണോ എന്ന് നോക്കാം. ഹാഫിലത്ത് എന്താണ്? പെണ്ണാണ്. കാരണം ഹാഫിലത്തിന് എന്തുണ്ട് അവിടെ? ഹാഫിലത്തിന് താ വന്നിട്ടുണ്ട് അല്ലേ. ഈ താ വന്നാൽ ഹാഫിലത്ത് പെണ്ണാന്ന് മനസ്സിലാവും. അപ്പോൾ അവിടെ പെണ്ണിന് യോജിച്ച സാധനമാണ് കൊടുക്കേണ്ടത്. പെണ്ണിന് യോജിച്ചത് എന്താണ്? താ ഉള്ളത് തന്നെ കൊടുക്കണം. അപ്പോൾ ഹാഫിലത്തുൻ ജമീലത്തുൻ, അതാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ഖാരിബുൻ, ഖാരിബ് ആണാണോ പെണ്ണാണോ? ഖാരിബിന് പിന്നിൽ എന്തില്ല? താ കാണാനില്ല. അപ്പോൾ അതുകൊണ്ട് ഖാരിബ് ആണാണ്. അപ്പോൾ ഖാരിബുൻ സഗീറുൻ, ഖാരിബുൻ സഗീറുൻ, ഇതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പരീക്ഷ എഴുതി കഴിഞ്ഞു. വളരെ സിമ്പിളായ എക്സാമാണ്. നമുക്ക് അത്യാവശ്യം പഠിക്കാനുള്ള വിഷയത്തിൽ നിന്ന് മാത്രമാണ് വന്നിട്ടുള്ളത്. വളരെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എഴുതി കഴിയാൻ പറ്റുന്ന എക്സാമാണ്. അപ്പോൾ നമ്മളെല്ലാം കൃത്യമായിട്ട് പഠിച്ച് വരിക, ഒരു എക്സാം എഴുതാം. അപ്പോൾ ഇതൊരു മോഡലാണ്. അപ്പോൾ ഇതുപോലത്തെ വേറെ രൂപത്തിലാവും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. പഠിക്കാനുള്ള വിഷയങ്ങളെല്ലാം സെയിമാണ്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.